നേർന്നറിഞ്ഞ ഗുരുക്കന്മാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ഗുണവിശേഷങ്ങൾ 2024 മുതൽ 25 വരെയുള്ള കാലഘട്ടം. പൂരുരുട്ടാതി നക്ഷത്രത്തിന് 2 കൂറുകളുണ്ട്, കുംഭക്കൂറും മീനക്കൂറും. അപ്പം കുംഭക്കൂറുകാർക്ക് ഇപ്പം വ്യാഴമാറ്റം 4-ാം ഭാവത്തിൽ, അതായത് സുഖസ്ഥാനത്തും ഗ്രഹസ്ഥാനത്തും വാഹനസ്ഥാനത്തും സന്താന സ്ഥാനത്തും തൊഴിൽ സ്ഥാനത്തും ആ വ്യാഴന്റെ സ്ഥിതി വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ശനിയുടെ സ്ഥിതി മൂലം ഇവർക്ക് വ്യാഴമാറ്റം കുറച്ച് അനുകൂലങ്ങൾ ഏറെ നൽകും. എങ്കിലും ശനിയുടെ അവസ്ഥ ഒരു കൊല്ലത്തേക്ക് തൃപ്തികരമല്ല. എങ്കിലും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും വിജയത്തിലേക്ക് വരും. ഗ്രഹം നന്നാക്കും, പുതിയ പഠനങ്ങളിൽ ഏർപ്പെടും, വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ നല്ല മാർക്കോടുകൂടി പാസ്സാവും, പിന്നെ ബന്ധുക്കളുമായിട്ടുള്ള അടുപ്പം കൂടും, വിവാഹം കഴിഞ്ഞവർക്ക് സന്താനത്തിന്റെ ഒരു അവസരം കൂടെ ആകുന്നു. പ്രത്യേകിച്ച് ഇവർ യാത്ര നടത്തി ധനം സമ്പാദിക്കാനുള്ള യോഗമുണ്ട്. വിദേശത്ത് പോകാനുള്ളവർക്ക് വിദേശത്ത് നിന്ന് തൊഴിൽ ലഭിക്കുകയും അവിടുന്ന് ധനാഗമനങ്ങൾ സ്വകുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് വളരെ അഭിവൃദ്ധി ഉണ്ടാക്കും. ഇങ്ങനെ വ്യാഴമാറ്റം കുംഭക്കൂറുകാരെ നല്ല അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മീനക്കൂറുകാർക്ക് വ്യാഴൻ മൂന്നാമിടത്ത് നിൽക്കുന്നു. 3-ൽ വ്യാഴനാണെങ്കിലും 7-ൽ ദൃഷ്ടിയുള്ളത് കൊണ്ട് അവർക്കും വലിയ ദോഷമില്ല. എന്നാൽ ലഗ്നത്തിൽ അവരുടെ മീനക്കൂറിൽ സർപ്പന്റെ സ്ഥിതിയും 12-ലെ ശനിയുടെ സ്ഥിതിയും അല്പാൽപ ദുരിതങ്ങൾ ഇടവിട്ട് രോഗദുരിതങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും ഉണ്ടാകും. അവർ വളരെ പുരോഗമിച്ച് നടത്തിക്കൊണ്ടിരുന്ന വലിയ വലിയ ബിസിനസ്സുകൾ, വലിയ ബിസിനസ് പ്രമാണികൾക്ക് ചിലപ്പം ചില സമ്പന്നാവസ്ഥകൾ വരും. അതുപോലെ തന്നെ അവർക്ക് കൂടെ നിന്ന് തൊഴിൽ ചെയ്യുവാനുള്ള തൊഴിലാളികളെ കിട്ടാതെ വരും. അങ്ങനെ ബാങ്കിൽ നിന്ന് പറഞ്ഞ എമൗണ്ടുകൾ കിട്ടുകയില്ല. അങ്ങനെയൊക്കെ ആകുമ്പം ഇവർക്ക് ഒരു സാമ്പത്തിക ക്രൈസിസ് എന്ന് തന്നെ പറയാം. എങ്കിലും അവർ ഒരു 4-5 മാസം കഴിഞ്ഞാൽ അത് പിന്നിട്ട് മുന്നോട്ട് പോകും, വിജയിച്ച് വരികയും ചെയ്യും. ഭയക്കേണ്ട കാര്യമല്ല. മഹാവിഷ്ണുവിനെ ധൈര്യമായിട്ട് നിങ്ങൾ പിടിച്ചോളണം. അതായത് വിഷ്ണുവിന് പാൽപായസവും നരസിംഹമൂർത്തിക്ക് പാനകവും ഒക്കെ നടത്തി നിങ്ങൾ ഈ വ്യാഴന്റെ ദുസ്ഥാനസ്ഥിതിക്ക് മാറ്റം വരുത്താൻ വ്യാഴ ഭഗവാൻ നിങ്ങളെ പൂർണ്ണമായും സഹായിക്കും. അതുപോലെ കുംഭക്കൂറുകാർക്ക് 4-ൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് പലരും അവരെ സഹായത്തിന് ഓടിയെത്തും. ബിസിനസ് തുടങ്ങുവാനും അവർക്ക് പ്രചോദനം ഉണ്ടാകും. തൊഴിലില്ലാത്ത കിടക്കുന്ന ചെറുപ്പക്കാർക്ക് 2-3 പേര് കൂടി ചേർന്ന് ചെറിയ ചെറിയ തൊഴിൽ നടത്തുന്നത് നന്നായിരിക്കും. ഇരുമ്പ് സംബന്ധിച്ചോ, അതുപോലെ തന്നെ പെയിന്റിങ്, മെഷീൻ സംബന്ധിച്ചോ ഉള്ള തൊഴിലുകളൊക്കെ ഇവർക്ക് വളരെ അനുകൂലമായ അവസ്ഥയിലേക്ക് വരും. അവർ വീട്ടിൽ ചെറിയ പരിഷ്കാരങ്ങൾ വരുത്തുവാനും ഇവർക്ക് ഇപ്പോൾ സമയം നല്ലതാണ്. അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ, കച്ചവട സ്ഥാപനത്തിലാണെങ്കിൽ അവിടെ പരിഷ്കരിക്കാൻ അമിതമായി പൈസ മുടക്കണ്ട. താൽക്കാലികമായി നിലനിൽപ്പിന് വേണ്ടിയുള്ള പൈസ മുടക്കി അവിടെയെല്ലാം പരിഷ്കരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകും. എന്തായാലും അവർക്കൊരു ഗ്രഹ നന്നാക്കലോ വാങ്ങലോ അല്ലെങ്കിൽ ഉള്ള ഗ്രഹത്തെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുകയോ ചെയ്യാൻ കുംഭക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. ഇവർ പൊതുവെ ഭക്തരായിരിക്കും. കുംഭക്കൂറുകാർക്ക് വിഷ്ണുവിനെയും ദേവിയെയും ശിവനെയും പൂജിച്ച് കൊള്ളുകയും, പ്രത്യേകിച്ച് ശനി ബന്ധം താൽക്കാലികമായി ഉള്ളത് കൊണ്ട് 1 വർഷം വരെ ഉണ്ട്. അതുകൊണ്ട് രാസാവിന് നീലാഞ്ജനം, ശിവന് ജലധാര, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവയെല്ലാം നടത്തി നിങ്ങൾ തൊഴിൽ പ്രമാണിമാരാകുക. സാമാന്യേന തൊഴിൽ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ മുടക്കി, സാമാന്യം പൈസകൾ മുടക്കി ബിസിനസ് ചെറിയ രീതിയിൽ പുരോഗമിപ്പിക്കാം. എന്നാൽ മീനക്കൂറുകാർ ആ ലെവലിൽ തന്നെ 3-4 മാസം കൂടെ അങ്ങനെ വയ്ക്കോട്ട്. അത് കഴിഞ്ഞാൽ
അവർക്കും ബിസിനസ് സംബന്ധമായും അതുപോലെ തന്നെ കുടുംബ സംബന്ധമായും ഉള്ള എല്ലാ ദോഷങ്ങളും പ്രയാസങ്ങളും മാറിക്കിട്ടും. ജലദോഷം, പനി, ചൂട് കൊണ്ടുള്ള ചൂട് രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങളെല്ലാം രണ്ട് കൂറുകാർക്കും ഇപ്പോൾ അനുഭവമാകുന്നു. പൊതുവെ ഇവർ ബുദ്ധിമാന്മാരും ജ്ഞാനികളും സത്യസന്ധരും സാത്വികരുമാണ്. പൂരിട്ടാതി ഉയർന്ന പുരുഷൻ, പൂരിട്ടാതി ഉയർന്ന സ്ത്രീ, അല്ലെങ്കിൽ അശ്വതി ഉയർന്ന സ്ത്രീ എന്നൊക്കെ പറയും പോലെ പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ അവർക്ക് ഒരു പ്രത്യേക പവർ ഉണ്ടാകും. കാരണം ഒരു ദൈവാധീനത്തിന്റെ കാരകത്വം കൂടെ വരും. കാരണം വേഴദശയിലാണല്ലോ ഇവർ ജനിക്കുന്നത്. വേഴൻ്റെതായ പവിത്ര ശക്തി ഇവരിൽ ഉണ്ടാകും. വേഴനെ കൊണ്ട് ധനം, ധാന്യം, സമ്പാദ്യം, സന്താനം, ഗ്രഹസൗഖ്യം, ധനം, കീർത്തി, കുടുംബത്തിന് കീർത്തി, അച്ഛനമ്മമാർക്ക് ഐശ്വര്യങ്ങൾ എന്നിവയെല്ലാം വേഴനെ കൊണ്ട് നാം ചിന്തിക്കാറുണ്ട്. വേഴൻ സർവേശ്വര കാരകനായതുകൊണ്ട് ഇവർ വേഴദശയിൽ, അതായത് ധനവുമായിയാണ് ജനിക്കുന്നതെന്ന് സാധാരണ പറയാറുണ്ട്. ഇവർക്ക് ഏതാണ്ട് 18 വയസ്സ് വരെ വേഴദശ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ശനിദശ കാണും 19 കൊല്ലം. അപ്പോൾ ഒരു 27-26 വയസ്സിൽ ഇവർക്ക് നല്ല തൊഴിലുകൾ ലഭിക്കുകയും ചിലർക്ക് 23-ൽ തന്നെ തൊഴിൽ ലഭിക്കുകയും സ്ത്രീകൾക്കാണെങ്കിൽ 22-ക്ക് ശേഷം വിവാഹത്തിനും ഉത്തമമാകുന്നു. പുരുഷന് 25-27 ഈ കാലഘട്ടങ്ങളിൽ വിവാഹത്തിന് ഏറ്റവും ഉത്തമം. അല്ല എങ്കിൽ 29 ആയിപ്പോകും. പൊതുവെ ഇവർ സ്നേഹസമ്പന്നരും കുടുംബസ്നേഹികളും കുടുംബാഭിവൃദ്ധിക്ക് വേണ്ടി പിതാവിനോടുകൂടി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരുമായിരിക്കും. സൂര്യൻ ഇവർക്ക് അനുകൂലാവസ്ഥകളായതുകൊണ്ട് സർക്കാർ സംബന്ധിയായി പ്രതീക്ഷിച്ചിരിക്കുന്ന ജോലികൾ ലഭിക്കും. ചിലപ്പോൾ കുംഭക്കൂറുകാർക്ക് മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ ഉടനെ ലഭിക്കുവാനും സാധിക്കുന്നതാണ്. മീനക്കൂറുകാർക്ക് ഈ ഒരു മാസം കൊണ്ട് എന്തെങ്കിലും മുടങ്ങിയ തൊഴിലുകളുണ്ടെങ്കിൽ സ്വീകരിച്ചോളണം. അതുപോലെ തന്നെ വീട് വയ്ക്കാനുള്ള രേഖകൾ വാങ്ങാനും എല്ലാം പറ്റിയ സമയമാകുന്നു. ഈ ഒരു മാസമേ അവർക്ക് കൂടുതൽ അനുകൂലമുള്ളൂ മീനക്കൂറുകാർക്ക്. അതുപോലെ തന്നെ വിദേശ സ്വദേശവാസികൾക്ക് അനുകൂല സമയമാകുന്നു. ധനം സമ്പാദിക്കാം. ഒപ്പം ആരോഗ്യം കൂടെ ശ്രദ്ധിച്ചുകൊള്ളുക. പിന്നെ ഇവർ അത് കഴിഞ്ഞാൽ 17 കൊല്ലം ശനി കഴിഞ്ഞാൽ 17 കൊല്ലം ബുധദശ. ആ ബുധദശാകാലത്ത് അവർക്ക് നല്ല ഗ്രഹം, വാഹനം, നല്ല സന്താനം, രോഗം, ഗ്രഹസുഖം, പിതൃമാതൃ സൗഭാഗ്യം, സൽകീർത്തി എന്നിവയെല്ലാം ഇവർക്കുണ്ടാകും. അതിന് മഹാവിഷ്ണുവിനെയും ഹനുമാനെയും സാസാവിനെയും യഥാവിധി ഇവർ ഈ ദോഷങ്ങൾ മാറ്റിക്കൊള്ളുക. അത് കഴിഞ്ഞ് വരുന്നത് കേതുദശ 7 കൊല്ലം. കേതുദശയിൽ സ്ഥാനം മാറിയുള്ള തൊഴിലുകൾ നടത്തേണ്ടി വരികയോ അല്ലെങ്കിൽ വീട് സ്ഥാനം മാറി വയ്ക്കുകയോ ഒക്കെ ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ 20 കൊല്ലം ശുക്രദശ. മീനക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ശുക്രനും പൊതുവെ അനുകൂലാവസ്ഥകളെ കൊടുക്കും. ഭക്തരും സാത്വികരും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിൽ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരുമായിരിക്കും. നല്ല ശരീരഘടനയും ബലവും ഇവർക്ക് പ്രത്യേകതകളാകുന്നു. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ ഇവർക്ക് യാതൊരു താല്പര്യവുമില്ല. അവരുടെ കാര്യങ്ങളും ഈശ്വര കാര്യങ്ങളും ഭംഗിയായി നടത്തി അവർ ജീവിതത്തിൻ്റെ വഴികൾ കണ്ടുപിടിക്കും. പൊതുവെ 2024-25 കാലഘട്ടം കുംഭം മീന കൂറുകാരായ പൂരിട്ടാതി നക്ഷത്ര ജാതകർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ജ്യോത്സ്യൻ മലയങ്കിരി കെ. പുരുഷോത്തമൻ ഈ വീഡിയോ സമാപിപ്പിക്കുന്നു. നമസ്തേ.